അമറെ, സാദിക്കിൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ്. നീ പോകണം, എനിക്ക് ടൈമില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ ആകെ മെലിഞ്ഞോ? നിന്റെ വൈഫ് നിനക്കൊന്നും തിന്നാൻ തരുന്നില്ലേ? തിന്നാൻ തരാൻ ഞാൻ എന്താ ചെറിയ കുട്ടിയാ? അല്ല, അങ്ങനല്ല. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനെ ഓരോന്നിങ്ങനെ തിന്നിച്ച് തടിപ്പിക്കും. നിനക്ക് എന്നെ പോലത്തെ ഒരു വൈഫിനായിരുന്നു കിട്ടേണ്ടത്. എനിക്ക് കിട്ടിയ ആളെ വെച്ചാൽ അൽഹംദുലില്ലാ ഞാൻ ഭയങ്കര ഹാപ്പി. ആണോ? നമ്മുടെ കസിൻസ് ട്രിപ്പ് നീ വരുന്നില്ലേ? എൻ്റെ അടുത്ത് മുഹമ്മദ് പറഞ്ഞിരുന്നു. ആമിനെ കൂട്ടാൻ പറ്റൂലല്ലേ? വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അവരുടെ ഒന്നും പാർട്ട്നേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ആമി വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഓക്വേർഡ് ആയിരിക്കും. ഞാൻ നോക്കട്ടെ. എന്താ, ഭാര്യ വിടൂലേ? ഓക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മുടെ എന്തായാലും വാ, നല്ല രസമായിരിക്കും. നമ്മൾ കസിൻസ് മാത്രം പണ്ട് പോകുന്ന പോലെ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇൻഷാല്ലാ ഞാൻ നോക്കട്ടെ. മോളെ ഇജാതി പോസ്റ്റ് കുറെ എഴുതാനുണ്ടോ? ഞാൻ എത്തരണം. എന്ത് പറയുന്നു അർജുൻ? ഒന്നും പറയുന്നില്ല. പിന്നെ കണ്ടില്ല? ഇല്ല. കസിൻസ് എല്ലാവരും കൂടി ട്രിപ്പ് പോവാ. കസിൻസ് മാത്രം. അതാണ് പിന്നെ എനിക്കൊരു. എന്നിട്ട് അമർ പോകുന്നില്ലേ? നീ ഇല്ലാണ്ട് എല്ലായിടത്തും ഞാൻ വേണം. ഞാനും ചിലപ്പോൾ ആ സമയത്തൊരു ട്രിപ്പ് പോവും. ഞാൻ അപ്പു ലേല. എങ്ങോട്ട്? ലേല മണാലി എന്നൊക്കെ പറയുന്നുണ്ട്. ലൈലനെ പോലെ ഒരാളുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരെ എവിടെയും പോകണ്ട. ലൈലൻ്റെ പ്ലാൻ ആയിരിക്കും. സേഫ് ആയിരിക്കും. അതിപ്പോൾ സേഫ് അല്ലെങ്കിൽ ഓള് സേഫ് ആക്കിക്കോളും. അവിടെ എത്തിയിട്ട് അവൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയും. നീ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്യണം. അവൾ പറയുന്നൊക്കെ കയറി ചെയ്യാൻ നിൽക്കരുത്. സേഫ്റ്റി നോക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് വരുന്ന ആരും പറയട്ടെ. എന്താണ് അങ്ങോട്ട് പോയ ആവേശമില്ലല്ലോ ഇങ്ങോട്ട് വരുമ്പോ? അവള് മാരീഡാ. സോറി ചിരിക്കടാ ചിരിക്കി. നിനക്ക് ഈ അവസ്ഥ വരുമ്പോഴേ നിനക്ക് മനസ്സിലാവും. ഷാരി പോയ മേരി എന്നല്ലേ നിനക്കത് പറയാം. എനിക്ക് അങ്ങനെ ആരോടെങ്കിലും ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട്. എടാ, നിനക്ക് അതിലും നല്ല പെൺകുട്ടീനെ കിട്ടും. എനിക്ക് അങ്ങനെ ആരെങ്കിലും ഒന്നും വേണ്ട. എനിക്ക് ആമിനാനെ പോലത്തെ ഒരാളാണ് മതി. ആമിനെ